അപ്പോൾ 2025 നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ അനിയത്തിയുടെ അഡ്മിഷനൊക്കെ കരസ്ഥമാക്കിയത് ഹോസ്റ്റലിലേക്ക് അനിയത്തിയെ കൊണ്ടുവന്നിരിക്കുന്ന ആരാന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ് യാദവ് കൃഷ്ണൻ. യാദവ് യൂട്യൂബിലൊക്കെ നമുക്കറിയാം കേരളത്തിലുള്ള നിരവധി വ്യക്തികളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ യാദവിൻ്റെ അനിയത്തിയാണ്. ഭയങ്കര അഭിമാനത്തോടുകൂടി ബെർലിനിലേക്ക് ഇന്ന് കുട്ടിയെ ചേർത്തിരിക്കുകയാണ് നമ്മുടെ മാരിഗോൾഡ് ഹോസ്റ്റലിൽ അല്ലേ? യെസ്. അപ്പോൾ എങ്ങനെയാണ് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് യാദവ്? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാരണം ഡെഫിനറ്റ്ലി ബ്രില്യൻറ്റ് വളരെ പഴക്കം ചെന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികളെല്ലാം ബ്രില്യൻ്റ് ആണ്. പിന്നെ എൻ്റെ കസിനൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. പിന്നെ ഏറ്റവും ടോപ്പായി ഫെസിലിറ്റീസ് നിൽക്കുന്നത് അതുകൊണ്ട് അവർ തന്നെയാണ് നമ്മൾ വന്ന് നോക്കിയപ്പോഴൊക്കെ. പിന്നെ ആ കാരണം കൊണ്ടാണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും റിസൾട്ട് ഓറിയൻറ്റഡ് സ്ഥാപനമായതുകൊണ്ട് തന്നെയാണ് അല്ലേ ബ്രില്യൻ്റ് ചൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അനീതി മോളുടെ പേര് +2 നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ പേര് ഗായതി എന്നാണ്, ഗായതി കൃഷ്ണ MG. ഞാൻ +2 വിമല പബ്ലിക് സ്കൂളിലാണ് ചെയ്തത്, തൊടുപുഴ. എനിക്ക് +2 93% ഉണ്ട്. ഓക്കെ. അപ്പോൾ നീറ്റ് എന്നൊരു ലക്ഷ്യമൊക്കെ എന്ന് മുതലാണ് മോളുടെ, അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്നുള്ളൊരു ലക്ഷ്യമൊക്കെ എന്നാണ് മോളുടെ മനസ്സിലാക്കുന്നത്? ആക്ച്വലി എനിക്ക് +1 +2 എന്ന് പറയുന്നത് ബയോളജിയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബയോളജിയായിട്ട് ഏറ്റവും ഒരു അടുത്ത് നിൽക്കുന്ന മേഖല. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സർവീസ് ചെയ്യാനായിട്ട്, ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, അവരുടെ ഓരോ അസുഖങ്ങൾ മാറ്റുന്ന ഇഷ്ടമാണ്. അപ്പം ഒരു സന്തോഷമല്ലേ നമ്മുടെ മനസ്സിൽ കിട്ടുന്നത്. അപ്പം ഡോക്ടർ ആവാൻ ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹോസ്റ്റൽ കണ്ടു, ക്യാമ്പസ് ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പോൾ എന്ത് തോന്നി അമ്മ ക്യാമ്പസിലേക്ക്? ഞങ്ങൾ ക്യാമ്പസ് പണ്ട് വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയല്ലോ. പുതിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങും ബ്ലോക്കെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ വന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല ഇമ്പ്രഷനാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തേക്കാം. പിന്നെ ക്ലാസ് റൂമും കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, പിന്നെ ഡയറക്ടേഴ്സിനെ എല്ലാം കണ്ടു. എല്ലാവരുടെയും ബിഹേവിയറും എല്ലാം നമുക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോൾക്ക് ഏറ്റവും ബെറ്റർ സ്ഥാപനം ബ്രില്യൻ്റ് തന്നെയാണെന്ന് ഞങ്ങൾ ചൂസ് ചെയ്തു. പിന്നെ ഏതോ ഭാഗ്യം കൊണ്ട് അവൾക്ക് ഏറ്റവും അടുത്ത് തന്നെ ഹോസ്റ്റലും കിട്ടി. ജസ്റ്റ് ഒന്ന് ക്യാമ്പസിലേക്ക് കയറാൻ പാകത്തിന്. അപ്പോൾ ഹോസ്റ്റലിലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു തൊട്ടടുത്ത് തന്നെയാണ്, എല്ലാ സൗകര്യങ്ങളും അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ ഹോസ്റ്റലുകളുടെയൊക്കെ. അപ്പോൾ മാരിഗോൾഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം. പിന്നെ റൂമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കയറി കണ്ടു, അത്യാവശ്യം എല്ലാ നല്ല സൗകര്യങ്ങളുണ്ട്. പിള്ളേർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനും ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. എല്ലാം ഫുൾ ഹാപ്പിയാണ്. അല്ലേ, ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മോളൊരു ഹോസ്റ്റൽ ലൈഫിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് മാറി എന്നത് മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് പോകുന്നതിൻ്റെതായിട്ടുള്ള ടെൻഷൻ ഇല്ല. സ്വാഭാവികമായിട്ടും അല്ലേ, അച്ഛൻ കുട്ടീനെ ഇവിടെയൊക്കെ നമ്മുടെ ഹോസ്റ്റലിൽ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. സ്വാഭാവികമായിട്ടും അച്ഛൻ എന്ത് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ? എനിക്ക് നല്ല ബ്രില്യൻസിൽ നല്ല ധൈര്യമാണ്. കാരണം എൻ്റെ പെങ്ങളുടെ മോള് അവിടെ പഠിച്ച് ഡോക്ടറാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MD പഠിക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് നല്ല ധൈര്യമാണ്. ബ്രില്യൻസിനെ കുറിച്ച് നല്ല വിശ്വാസമാണ്. എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഇവിടെ തോന്നിയത്. അതും മാരിഗോൾഡ് ആയ കാരണം ഭയങ്കര സന്തോഷം ഉറപ്പ് തന്നെയാണ് എനിക്ക്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മോളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേട്ടനായിരുന്നു അല്ലേ? ഒരു ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അനീതിയുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ട് പോകണം. അപ്പോൾ വീട്ടിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു. അല്ല, ഡെഫിനറ്റ്ലി ലൈക്ക് നമ്മൾ മിസ് ചെയ്യുമല്ലോ. എങ്കിൽ പോലും ലൈക്ക് ലൈഫ് അങ്ങനെയാണ്. ഇപ്പോൾ അവൾക്ക് പഠിക്കാനുള്ള ടൈമായി. എങ്കിലും എൻ്റെ വീട് അടുത്താണ്, ബട്ട് സ്റ്റിൽ ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പം പഠിക്കാനുള്ള ടൈമായി. എങ്ങനെയല്ല ഒരു 1 ഇയർ ഇവിടെ ഹോസ്റ്റലിൽ നിന്നേ പറ്റൂ. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മളങ്ങ് പഠിക്കുന്ന കാര്യത്തിലേക്ക് എങ്ങനെയാണ്? പഠിക്കുന്ന കാര്യത്തിൽ ആക്ച്വലി എന്നെ പോലെയല്ല, നല്ല ബ്രില്യൻ്റ് ആണ് ഇവിടെ. എന്തോ കാരണത്താൽ ബ്രില്യൻ്റ് ചൂസ് ചെയ്തു. അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്, പഠിക്കും. പിന്നെ ബയോളജിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഡോക്ടർ ആ സൈഡിലേക്ക് പോകുന്നു മാത്രം. അതുകൊണ്ട് കഷ്ടപ്പെട്ട് വരണമൊന്നുമല്ല, ഇഷ്ടം കൊണ്ട് മാത്രം. ഇഷ്ടം കൊണ്ട് ആരും വരാവുള്ളൂ. കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളതാണ്. എക്സാക്ട്ലി. അപ്പോൾ എല്ലാവിധ ആശംസകളും. 1 വർഷം കഴിഞ്ഞ് നല്ല സ്കോറൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. എല്ലാത്തിനും ബ്രില്യൻറ്റ് ഫാമിലി ഒക്കെ ഉണ്ട്. എപ്പോഴും പറയാറുള്ളത് ബ്രില്യൻറ്റ് ഫാമിലി. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.